നമസ്കാരം. അമേരിക്കയിൽ നിന്ന് ലഭിച്ച 1 പേജ് ഫ്രെയിംവർക്കുമായി അരാക്ചി പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും ഇപ്പോൾ അവസാനം ടർക്കിയിലേക്കും ഒക്കെ യാത്ര ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും നമ്മൾ ഈ ന്യൂസ് പ്രിപ്പയർ ചെയ്യുന്ന സമയം വരെ ഇറാന് അമേരിക്കയ്ക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ അന്ന് കഴിഞ്ഞ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞത് ആ 1 പേജ് ഫ്രെയിംവർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സജഷനായിട്ട് US വെച്ചിട്ടുള്ളത് ഇറാൻ്റെ എല്ലാ ന്യൂക്ലിയർ പ്രോഗ്രാംസും താൽക്കാലികമായി നിർത്തിവെക്കുക എന്നതാണ്. പിന്നെ ഹോർമോസ് നോർമലൈസ് ചെയ്യുക, എന്ന് എഗ്രിമെൻറ്റിലെത്തുന്നു അന്ന് മുതൽ ചർച്ച ചെയ്ത് 1 മാസത്തിനുള്ളിൽ ഒരു ഫോർമൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക. ഇതാണ് അന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ട്രംപ് പിന്നീട് പറയുന്നത് അങ്ങനെ 1 പേജ് ഒന്നുമല്ല, നിങ്ങളിത് പത്രക്കാർ ചോർത്തിക്കൊണ്ട് പോയതാണ്, അവർ പറയുന്നൊന്നുമല്ല കാര്യം, അത് 1 പേജും 1/2 പേജും ഒന്നുമല്ല, അതിനകത്ത് വേറെ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് 100% നിർത്തിവെക്കുകയും ഡിസ്മാൻഡിൽ ചെയ്യുകയും ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് അദ്ദേഹം വിളിക്കുന്ന അവിടെ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ബാക്കിയുള്ളത്, അദ്ദേഹം അതിനെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം അമേരിക്കയുടെ ബോംബിങ്ങിൽ ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ സ്റ്റോക്ക് മുഴുവൻ പൊള്യൂട്ടഡ് ആയിപ്പോയി എന്നാണ്, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് മിക്സ് ആയിപ്പോയി, അത് തകർന്ന്, അത് സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളൊക്കെ തകർന്ന് അത് ഓപ്പണായി, അത് കേടായിപ്പോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പം അങ്ങനെയുള്ള ആ സാധനം, അതിനെ അദ്ദേഹം ന്യൂക്ലിയർ ഡസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയർ ഡസ്റ്റ് കൈമാറുന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്, ലോങ് റേഞ്ച് മിസൈൽസിൻ്റെ കാര്യവും അതിനകത്തുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പം അരാക്ചി അതിനെക്കുറിച്ച് ഫോർമലായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പം അതിനിടയിലൂടെ അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമൂസ് കടലിടുക്കിലെ കാര്യമായ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ മാത്രമല്ല, ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടുണ്ട്. കൂടാതെ ഇറാൻ തിരിച്ച് അമേരിക്കയുടെ 3 നേവൽ ഷിപ്പുകളെ ആക്രമിച്ചിട്ടുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ദിവസങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സീസ് ഫയർ ആണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത് സീസ് ഫയർ ആണ് എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഇറാനെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തുനിന്ന് യൂണിഫൈഡ് ആയിട്ടൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ ആരുമില്ല. ഈ അരാക്ചി ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാമെന്നല്ലാതെ ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനം വരുന്നില്ല. ബാക്കിയുള്ള ഇറാനിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ മുഴുവൻ ഭീഷണിയുടെ ശബ്ദങ്ങളാണ്. ഞങ്ങൾ അങ്ങോട്ട് തീർക്കും, ഇങ്ങനെ തീർക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ശബ്ദമാണ്. പെഷേസ്കിയാൻ മാത്രം പറയുന്നു, ഇത് ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെക്കൊണ്ട് ഒരു എഗ്രിമെൻറ്റിലെത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയില്ല എന്ന് പെഷേസ്കിയാൻ പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹം മോജ്തബ ഖമനേയെ നേരിട്ട് കണ്ട് ഈ വിഷയങ്ങൾ സംസാരിച്ചു എന്നാണ്. അപ്പം അതിൻ്റെ റിസൾട്ടുകളോ ഡീറ്റെയിൽസോ ഒന്നും അദ്ദേഹം പറയാൻ തയ്യാറായില്ല. എവിടെ വെച്ച് മോജ്തബ ഖമനേയെ കണ്ടു എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം മോജ്തബ ഖമനേയെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അമേരിക്കയുടെ സീക്രട്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് CNN പുറത്തുവിട്ടിട്ടുള്ളത് മോജ്തബ ഖമനയുടെ ശരീരത്തിൻ്റെ ഒരു ഹാഫ് ഏതാണ്ട് പൂർണ്ണമായും ബേണിംഗ് ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പകുതിക്ക് മുഴുവൻ തീപ്പൊള്ളലേറ്റ, അല്ലെങ്കിൽ ഈ ബോംബ് സ്ഫോടനത്തിലേറ്റ പരിക്കുണ്ട്. അപ്പം ഇറാൻ്റെ ഒഫീഷ്യൽ ഏജൻസി പറയുന്നത് അദ്ദേഹത്തിന് തലയ്ക്ക് കാര്യമായ പരിക്കില്ല, ചെവിയുടെ പുറകിലെ ഒരു ബോംബിൻ്റെ ചീട് തറച്ചതാണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്കേറ്റുള്ള പരിക്ക് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ അറിവ് പ്രകാരം, അല്ലെങ്കിൽ അവരുടെ അറിവായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ് കംപ്ലീറ്റ് ഡീഫേസ്ഡ് ആയിപ്പോയി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാണ് ഈ പത്രങ്ങൾ പറയുന്നത്. അമേരിക്ക ഒരിക്കലും ഒഫീഷ്യലായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ട്രംപ് പറഞ്ഞിട്ടുണ്ട് അയാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നാണ്, അയാളൊരു ലിവിങ് കാഡവറാണ്, അല്ലെങ്കിൽ അതായത് ജീവിച്ചിരിക്കുന്നൊരു ശവശരീരമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെത്രത്തോളം ട്രംപിൻ്റെ വർത്തമാനങ്ങളാണ്, അതിനെ എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ CNN പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവായിട്ട് ഈ പോളിറ്റിക്സിൽ ഇടപെട്ട് തുടങ്ങിയെന്നാണ്. അപ്പോൾ പെഷേസ്കിയാനെ കണ്ട് മോജ്തബ ഖമനേയി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ, ഈ 1 പേജ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ 1 പേജ് പാക്ട് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് പെഷേസ്കിയാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതിനിടയിലും അരാക്ചി വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ ടർക്കിയെ ബന്ധപ്പെടുന്നു, ചൈനയുമായി ബന്ധപ്പെടുന്നു, പാകിസ്ഥാനുമായിട്ട് ഓഫ് കോഴ്സ് നിരന്തരമായിട്ടുള്ള ബന്ധമുണ്ട്, ഈജിപ്തുണ്ട്, ഖത്തറുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഇദ്ദേഹം നിരന്തരമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു എഗ്രിമെൻറ്റിലെത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ല. ട്രംപ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്, ഇറാൻ്റെ 2 ഓയിൽ ടാങ്കുകൾ
ഇറാൻ തീരത്തു നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. അമേരിക്ക ഇതിനെ ആക്രമിക്കുന്നു. അതിന് സിവിയറായിട്ട് ഡാമേജ് ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പേർഷ്യൻ ഗൾഫിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പ്രവേശിക്കുകയായിരുന്ന 3 അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ മിസൈലും ഡ്രോണും സ്മോൾ ബോട്ടുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കുന്നു. അമേരിക്കൻ ഡിസ്ട്രോയറുകളെ സാധാരണഗതിയിൽ ഇത്തരം സാധനങ്ങൾ കൊണ്ടൊന്നും ആക്രമിച്ച് പരിക്കേൽപ്പിക്കാനാവില്ല. അമേരിക്കൻ ഡിസ്ട്രോയറുകൾ അവ തടയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ നേരെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് പ്രത്യാക്രമണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഏത് തരത്തിലുള്ള പ്രത്യാക്രമണമാണ് ഉണ്ടായതെന്ന് അമേരിക്ക പറയുന്നില്ല. പക്ഷേ അവരുടെ ഇറാൻ്റെ ഒരു പോർട്ട്, ദാറ്റ് ഈസ് ബന്ദാർ അബ്ബാസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് വളരെ സിവിയറായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഖാഷം എന്ന് പറയുന്ന ഹോർമുസ് കടലിനോട് ചേർന്ന് കിടക്കുന്ന പേർഷ്യൻ ഗൾഫിലെ ഏറ്റവും വലിയ ഐലൻഡും കാര്യമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇനി ഇറാൻ്റെ മിലിറ്ററി റിപ്പോർട്ട് അനുസരിച്ച് മൾട്ടിപ്പിൾ സൈറ്റ്സ് ഇൻ സൗത്തേൺ ഇറാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ അമേരിക്കൻ ആർമിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ പറ്റിയതൊക്കെ സിവിലിയൻസിനാണ്. അത് മിലിറ്ററി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മിലിറ്ററി സൈറ്റുകൾക്കോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. പറ്റിയത് മുഴുവൻ സിവിലിയൻസിനാണ്. ഇനി ഒരു പക്ഷേ കുറച്ചുകൂടി ഡീറ്റെയിൽ ചോദിച്ചാൽ കുഞ്ഞുങ്ങും പെണ്ണുങ്ങും മാത്രമാണെന്ന് അവർ പറയും. അപ്പോൾ എന്തായാലും ശരി, സൗതേൺ ഇറാനിലെ മൾട്ടിപ്പിൾ സൈറ്റ്സിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ദെൻ ഏരിയൽ അറ്റാക്സ് ഓൺ സെവറൽ കോസ്റ്റൽ ഏരിയാസ്, അതായത് ഇറാൻ്റെ കോസ്റ്റൽ ഏരിയ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള വ്യോമ ആക്രമണം നടന്നിട്ടുണ്ട്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി, ഇത് ഇറാൻ ആർമി പുറത്തുവിട്ടതല്ല, ഇത് പ്രൈവറ്റ് സാറ്റലൈറ്റ് ഇമേജസ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികൾ കണ്ടുപിടിച്ചാണ്. ഖാർഗ് ഐലൻഡിൽ വലിയ ഒരു ഓയിൽ ലീക്ക് കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു ഖാർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഓയിൽ തലസ്ഥാനമാണ്. ഇറാൻ്റെ ഓയിൽ 80% കൈകാര്യം ചെയ്യുന്ന ഈ ഖാർഗ് ഐലൻഡാണ്. ആ ഖാർഗ് ഐലൻഡിൽ വലിയ തോതിലുള്ള ഒരു ഓയിൽ ലീക്ക് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആക്രമണം നടന്നിട്ടുണ്ടാവാം. ഈ ആക്രമണങ്ങളൊന്നും അമേരിക്ക ഓൺ ചെയ്തിട്ടില്ല. ഞങ്ങളെ ആക്രമിച്ചു, അതിന് തിരിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ച സൈറ്റുകൾക്ക് നേരെ ചെറിയ തോതിൽ ഞങ്ങളൊരു ആക്രമണം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിന് അദ്ദേഹം ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു, അത് ഇറ്റ് വാസ് എ ട്രിഫിൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പിടിവലി അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇറ്റ് വാസ് എ ലവ് ടാപ്പ്, അത് ഞങ്ങൾ സ്നേഹപൂർവ്വം ഒന്ന് തോളത്ത് തട്ടിയതാണ്, അതിൽ കൂടുതലായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടല്ല. ട്രൂസ്, അതായത് വെടിനിർത്തൽ ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വെടിനിർത്തലടക്കൂടെ ഞങ്ങൾ ചുമ്മാ ഒരു തമാശ കളിച്ചതാണ്, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപിൻ്റെ ഭാഷ്യം. നേരെ മറിച്ച് അമേരിക്കൻ ആർമിയുടെ സെൻകോം പറയുന്നത് അവരവിടെ ഫുൾ അലേർട്ടിലാണ്. അമേരിക്കൻ നേവിയുടെ നേരെ എന്ത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിന് 100 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് അവർ നിൽക്കുന്നു എന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പബ്ലിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അമേരിക്കയുടെ 3 നേവൽ ഡിസ്ട്രോയേഴ്സ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്ത് ഗൾഫ് ഓഫ് ഒമാനിലേക്ക് പോകുന്ന വഴിക്കാണ് ആക്രമിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫിൽ ഈ വെടിനിർത്തൽ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് നിറയെ നേവി ഡിപ്ലോയ് ചെയ്യുവാൻ അമേരിക്ക സാധിച്ചിട്ടുണ്ട് എന്ന് ഏകദേശം ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ അമേരിക്കയുടെ നേവൽ പ്രസൻസ് പേർഷ്യൻ ഗൾഫിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ നേവൽ പ്രസൻസ് ഇപ്പോൾ കാര്യമായ തോതിൽ ഉള്ളതുകൊണ്ടാണ് 3 നേവൽ ഡിസ്ട്രോയേഴ്സ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ആക്രമിക്കപ്പെട്ടത്, പുറത്ത് നിന്ന് അകത്തേക്ക് പോകുന്ന സമയത്തല്ല. അപ്പോൾ ഇറാൻ്റെ വാട്ടേഴ്സ് പറഞ്ഞാൽ ഇറാൻ്റെ തീരത്ത് 20 കിലോമീറ്റർ കടന്നുള്ള സ്ഥലങ്ങളിലൊക്കെ അമേരിക്കയുടെ നേവൽ ഡിപ്ലോയ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്നലെയും ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ അവരുടെ ഡിഫെൻഡിങ് സിസ്റ്റം ഉപയോഗിച്ച് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ സ്കൂളുകളൊക്കെ ഓൺലൈനാക്കിയിട്ടുണ്ട്, കഴിയുന്ന കാര്യങ്ങളെല്ലാം ഓൺലൈനാക്കിയിട്ടുണ്ട്, ആളുകൾ പുറത്തിറങ്ങരുത് എന്നാണ് അവിടെ നിന്നുള്ള നിർദ്ദേശം. കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, സൗദി അറേബ്യ മുൻകൈ എടുത്തുകൊണ്ട് ഒരു പുതിയ വാറിലേക്ക് കടക്കരുത്, ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് കടക്കരുത്, സീസ് ഫയറിൽ ഈ പ്രശ്നങ്ങൾ തീർക്കണമെന്ന് അമേരിക്കയോട് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ സൗദി അറേബ്യയുടെ എയർപോർട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അമേരിക്കയോട് പറഞ്ഞതായിട്ടാണ് പത്രവാർത്തകൾ പുറത്തു വന്നത്. കാരണം അത്തരം ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇറാൻ്റെ ആക്രമണത്തിൽ നിന്ന് സൗദി അറേബ്യയ്ക്ക് രക്ഷപ്പെടാനാവൂ. പക്ഷേ ഇന്നലെ സൗദി അറേബ്യയും കുവൈറ്റും അത് തിരുത്തിയിട്ടുണ്ട്, തങ്ങളുടെ എയർപോർട്ടുകൾ അമേരിക്കയ്ക്ക് ഫ്രീ ആയി ഉപയോഗിക്കാം, ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു എസ്കലേഷനിലേക്കാണ്, മുന്നോട്ട് പോകുന്നതിലേക്കാണ്. ട്രംപ് പറയുന്നത് ഇന്ന് ദറ്റ് ഈസ് നമ്മളെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഫ്രൈഡേ അങ്ങോട്ട് തീരുന്നുള്ളൂ. അപ്പം ആ ഫ്രൈഡേ തീരുന്നതോടുകൂടി ഇതിനൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഒരു പീസ് പാക്റ്റിലേക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ന്യൂക്ലിയർ ഡസ്റ്റ് കൈമാറ്റം
ലോങ് റേഞ്ച് മിസൈലുകളുടെ ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഇത് എത്തിക്കാൻ കഴിയും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇറാനിൽ ഇപ്പോഴും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഒരു നേതൃത്വമില്ല എന്നുള്ളതാണ്. ഈ ഖമനേയി എന്ന് പറഞ്ഞ ആൾക്ക് ബുദ്ധിക്ക് സ്ഥിരതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ആ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന തീരുമാനം മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. ബാക്കി പെഷേസ്കിയാനോ അല്ലെങ്കിൽ അരാക്ചിയോ കാലിബാഫോ ഒന്നും പറയുന്ന കാര്യങ്ങൾ ഒരു ഫൈനൽ തീരുമാനമായി വരികയില്ല. അവിടുന്ന് ഒരു പെഷേസ്കിയാൻ ഒപ്പിട്ടൊരു കടലാസ് കൊടുത്താലും ആ കടലാസിൻ്റെ വില പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. മത നേതൃത്വത്തിൻ്റെ സമ്പൂർണ്ണമായൊരു അംഗീകാരം കിട്ടണമെങ്കിൽ അതിന് ടോപ്പ് മോസ്റ്റ് ഫിഗർ ആയിട്ടുള്ള മോജിബ ഖമനേയിയുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടാകും. പക്ഷേ ഈ മോജിബ ഖമനേയിയുമായി നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ വിചാരിക്കുന്നത് പോലെ കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ അല്ല. കാരണം അയാൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് മണത്തറിഞ്ഞാൽ അദ്ദേഹത്തെ തീർക്കാൻ ആളുകൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലുണ്ട് എന്നുള്ളത് അവർക്ക് 100% ഉറപ്പാണ്. അപ്പം 100 കണക്കിന് ഇരുമ്പ് മറകൾക്ക് പുറകിൽ വെച്ചുകൊണ്ടാണ് ഈ മോജിബ ഖമനേയിയെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് നേരെ നിർത്താൻ അവർ ശ്രമിച്ചു തുടങ്ങി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ഥലത്ത് ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിക്കവറിയും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം റിക്കവറി ആവാതെ ഈ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇത് തീരുമാനമാവരുത് എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ഇത് ആക്രമിച്ച് ഇറാനെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഡയലാമയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഒരു റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ അവസാനിപ്പിക്കാൻ പറ്റിയ മറുഭാഗത്ത് നിന്ന് ഇത് നമുക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയ ഒരു വോയിസ് അവിടെ നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പെഷേസ്കിയാൻ മോജിബ ഖമനേയിയെ കണ്ടു എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ച് നല്ലൊരു വാർത്തയാണ്. കാരണം മോജിബ ഖമനേയി ഇൻവോൾവ് ചെയ്യാതെ ഈ പ്രശ്നത്തിന് ഇപ്പോഴത്തെ നിലയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കൂടാതെ ഇത് ഏത് നിമിഷവും ഒരു ഓപ്പൺ വാറിലേക്ക് എത്താം. കാരണം ഈ IRGCയുടെ അവശേഷിക്കുന്ന ഘടകങ്ങൾ പേർഷ്യൻ ഗൾഫിൻ്റെ തീരത്തിരുന്നുകൊണ്ട് പരമാവധി അമേരിക്കയെ ചൊറിയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ നേരെ ആക്രമണം നടത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ട് ആക്രമണം ക്ഷണിച്ചു വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ബാക്കിയുള്ള രാജ്യത്തെ ജനവും പെഷേസ്കിയാനും അടക്കമുള്ള ആളുകൾ എങ്ങനെയെങ്കിലും ഇനി ഒരു ആക്രമണം തടഞ്ഞു നിർത്തണം എന്നുള്ള താല്പര്യത്തിലാണുള്ളത്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇനി ആക്രമിച്ചാൽ ആരെ ആക്രമിക്കുമെന്നൊരു വിഷയവുമുണ്ട്. മിലിറ്ററി ടാർഗറ്റ്സൊക്കെ ഏതാണ്ട് മുഴുവൻ തന്നെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അവർ ആക്രമിക്കുകയാണ് എക്കണോമിക് സൈറ്റുകളാണ്. അത് പൊതുജനത്തിൻ്റെ ചോറിലാണ് ഇനി മണ്ണ് വാരിയിടേണ്ടത്. ഓയിൽ വെല്ലുകൾക്ക് നേരെ അല്ലെങ്കിൽ ഓയിൽ ഫെസിലിറ്റികൾക്ക് നേരെ, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റികൾക്ക് നേരെയൊക്കെയാണ് ഇനി അടുത്ത സ്റ്റേജ് ആക്രമണം നടത്താൻ ബാക്കിയുള്ളൂ. അത് മുഴുവൻ സിവിലിയൻസിൻ്റെ അസറ്റുകളാണ്. അപ്പം അത്തരം അസറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇത് കലിയുഗത്തെ സ്റ്റോൺ ഏജിലേക്ക് പോകുമെന്ന് ട്രംപ് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായി പോകും. വർത്തമാനം പറയാൻ പറ്റുമോ എന്നുള്ളത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. അപ്പം അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടക്കാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കണമെന്ന താല്പര്യമാണ് വാസ്തവത്തിൽ ട്രംപിൻ്റെ ഭാഗത്തുള്ളത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ജനവികാരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും യുദ്ധത്തിനെതിരാണ് എന്നുള്ളൊരു വസ്തുതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ അബ്ബാസ് ആഗ്രാച്ച് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഈ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ തീർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ക്രൂഡ് പ്രഷർ ടാക്ടിക് എന്നാണ് ആരാച്ചി അതിനെ പറഞ്ഞത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുക. അപ്പോൾ വളരെ പെട്ടെന്നൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കാനുള്ള താല്പര്യപ്രകാരമാണ് നിങ്ങൾ ഈ പ്രഷർ ടാക്ടീസ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിവിടെ വിലപ്പോവുകയില്ല എന്നാണ് അരാക്ചി പറയുന്നത്. എന്തായാലും ട്രംപിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അരാക്ചിയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിലെത്തിക്കാൻ പറ്റുമെന്ന് ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഇറാനുള്ളിൽ തന്നെയുള്ള ശക്തികൾ അരാക്ചിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കേണ്ട. കാരണം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഫിഗറിലെ ഹയസ്റ്റ് ലെവലിൽ വരുന്നത് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയത് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ് അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി അതിനുള്ളിൽ പ്രഷേഴ്സ് നടക്കുന്നുണ്ട്. നേരെ മറിച്ച് യുഎസിൻ്റെ അലയൻസും വിചാരിക്കുന്നത് ഇത് തൽക്കാലം ഒരു എഗ്രിമെൻറ്റിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അമേരിക്ക അവിടുന്ന് വിഡ്രോ ചെയ്യുന്നതോടെ IRGCയുടെ ഇറാനിലെ റിലവൻസ് കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തിന് നേരെ വരുന്ന ഒരു ആക്രമണത്തെ എതിർക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ IRGCക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തോക്കിൻ മുറിയിൽ നിൽക്കുന്ന ജനം അവർ പതുങ്ങി നിൽക്കും. നേരെ മറിച്ച് അമേരിക്കൻ സേന പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ IRGC എന്ന് പറയുന്ന രാജ്യം നശിപ്പിച്ച സേനയായി മാറും. അങ്ങനെ വരുന്ന സമയത്ത് IRGCക്കെതിരെ ഒരു പബ്ലിക് അപ്രൈസിംഗ് ഉണ്ടാവുകയും അതോടെ IRGC തീർന്നു പോവുകയും ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് അവിടെ നിലവിൽ വരികയും ചെയ്യും എന്നുള്ളതാണ് ഈ യുദ്ധം തീർക്കാൻ ഇതിന് പിന്നിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും, അന്താരാഷ്ട്ര സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളും വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഗതി അതാണ്.
അങ്ങനെ വരികയാണെങ്കിൽ പിന്നീട് 1 മാസമോ 2 മാസമോ കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യമായ തരത്തിലുള്ള ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പരിപൂർണമായും ഒഴിവാക്കുന്നു, ലോങ് റേഞ്ച് മിസൈലുകൾ ഇല്ലാതാക്കുന്നു എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലേക്ക് ഇറാനെ കൊണ്ട് ഫോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളുകൾ വിഷ്വലൈസ് ചെയ്യുന്ന സെനാരിയോ. അപ്പോൾ അത് എത്രത്തോളം സ്വീകാര്യമാകും അല്ലെങ്കിൽ എത്തിപ്പെടും എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. കൂടാതെ അടുത്ത 14-15 തീയതികൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ട്രംപ് ചൈന സന്ദർശിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ചൈന സന്ദർശനത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഈ താരിഫ്, അതുപോലെ റെയർ എർത്തിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇതൊക്കെയായിരുന്നു ഡിസ്കഷൻ്റെ പ്രധാന കാര്യങ്ങൾ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലയിൽ ഈ ഇറാൻ യുദ്ധം തന്നെ ആയിരിക്കും പ്രധാന ഡിസ്കഷൻ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. വിച്ച് മീൻസ് അമേരിക്കയുടെ ആ ഒരു വളരെ കാലം കൂടി നടത്തുന്ന ആ ഒരു വിസിറ്റ് അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഫ്രൂട്ട്ഫുൾ ആക്കാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ ഇറാൻ യുദ്ധത്തെ കഴിഞ്ഞൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ചൈനയുമായിട്ടുള്ള ബിസിനസ്സും, അതുപോലെ റെയർ എർത്ത് രംഗത്തെ ടെക്നോളജി ഷെയറിങ്, അതുപോലെ മാർക്കറ്റ് ഷെയറിങ്, ഇത്തരം വിഷയങ്ങളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. അപ്പോൾ അതിനേക്കാൾ പ്രധാനമായിട്ട് ഈ ഒരു സംഗതി വരാനുള്ള സാധ്യത അമേരിക്കൻ ഡിപ്ലോമാറ്റ്സിൻ്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതൊരു സംഗതിയാണ്. ഇസ്രായേൽ അതിനിടയിലൂടെ അവർ ലെബനോണിൽ ആക്രമണം നടത്തുന്നു, ഹമാസിന് നേരെ ആക്രമണം നടത്തുന്നു, ആൻഡ് വെസ്റ്റ് ബാങ്കിലും ആക്രമണം നടത്തുന്നു. വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിൻ്റെ 5 പട്ടാളക്കാരെ അവർ കൊന്നിട്ടുണ്ട്. ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്സ്മാൻ്റെ 3 മക്കളെ നേരത്തെ കൊന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ മകനെയും അവർ കൊന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇസ്രായേൽ അവരുടെ ഫുൾ ഫോഴ്സിൽ 3 സ്ഥലങ്ങളിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോഴും ഇന്നലെയും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, വി ആർ റെഡി. ഇറാനെ എപ്പോഴാണ് ആക്രമിക്കേണ്ടത് എന്ന് അമേരിക്കയിൽ നിന്നൊരു ഓർഡർ കിട്ടുന്നത് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് എന്നാണ് ഇന്നലെയും നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്.